മഞ്ചേശ്വരത്ത് SDP മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകും. സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. പത്രിക പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും മത്സരിക്കണമെന്നാണ് പ്രാദേശിക പ്രവർത്തകരുടെ വികാരമെന്നും SDP സ്ഥാനാർത്ഥി KM അഷ്റഫ് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രചരണത്തിനുണ്ട്. എന്നെ മത്സരിക്കാൻ പറഞ്ഞത് പാർട്ടിയാണ്. ഇനി നേരെ മറിച്ച് പിൻവലിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷേ മഞ്ചേശ്വരെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കണം എന്നാണ് മഞ്ചേശ്വരത്തെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാവരുടെയും തീരുമാനം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ SDP സംസ്ഥാന നേതാക്കൾ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം നൽകിയിരുന്നല്ലോ. അതിൽ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നു പാർട്ടി പറഞ്ഞാൽ പിൻവലിക്കും. ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലായിരുന്നു. സ്മൃതി, അല്പസമയത്തിനകം നിർണായകമായ SDP യോഗം മഞ്ചേശ്വരത്ത് ചേരും. SDP സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അവർ അല്പസമയത്തിനകം എത്തിച്ചേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമോ എന്നതിലായിരിക്കും യോഗത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഈ മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥി KM അഷ്റഫ് പ്രതികരിച്ചതുപോലെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം ഇവിടെ മത്സരിക്കണം എന്നത് തന്നെയാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDP മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് മതസംഘടനകളുടെ ഉൾപ്പെടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് SDP സംസ്ഥാന നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ല. SDP സംബന്ധിച്ചിടത്തോളം ഇവിടെ മഞ്ചേശ്വരത്ത് വലിയ അടിത്തറയുള്ള സംഘടനയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7500-ലധികം വോട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ BJPയെ സഹായിക്കാനാണ് SDP സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്ന അത് പ്രചാരണം വിലപ്പോകില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ BJPക്കൊപ്പം നിന്നുകൊണ്ട് SDP സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി UDF ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കപട BJP വിരോധമാണ് UDF ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതിന് വഴങ്ങേണ്ട ആവശ്യമില്ല എന്നതാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു വികാരം. എന്നാൽ ഇതിന്റെ ഒരു അന്തിമ തീരുമാനം